ഞാൻ ഇന്നലെ എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടു എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഇന്ന് ഞാൻ ഇതേപോലെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ഡ്രസ്സിനെ കുറിച്ചൊന്ന് പറയാം. കാരണം എനിക്ക് തോന്നുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരു 75% ആൾക്കാർക്കും എൻ്റെ കോസ്റ്റ്യൂം എവിടെ നിന്നാണ്, കൊളാബാണോ, എത്ര എമൗണ്ട് ആണ്, ഇതൊക്കെ അറിയാൻ ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നോട് പലപ്പോഴായിട്ട് എനിക്ക് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻ ചോദിച്ചു, ഞാനത് കാണിച്ചു കൊടുത്തു. മറ്റേ കുപ്പിവളൻ്റെ കളക്ഷൻ ചോദിച്ചു, കാണിച്ചു കൊടുത്തു. ഫാൻസി കമ്മലിൻ്റെ കളക്ഷൻ ചോദിച്ചു, കാണിച്ചു കൊടുത്തു. അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരുന്നൊരു സംഭവമാണ് ഡ്രസ്സിൻ്റെ കളക്ഷൻ കാണിച്ചു തരുമെന്ന്. പക്ഷേ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ കാരണം, എൻ്റെ ബെഡ്റൂമിൻ്റെ അകത്ത് ഒരു 3 ഡോർ അലമാരയും അതുപോലെ 2 ഡോർ അലമാരയുണ്ട്. ഇത് രണ്ടും നിറച്ചും എൻ്റെ ഡ്രസ്സുകളാണ്. എന്നിട്ട് കൊള്ളാഞ്ഞിട്ട് കൊട്ടയിലായിട്ടും പെട്ടിയിലായിട്ടും ചട്ടിയിലായിട്ടും ഒക്കെ വെക്കുന്നതാണ്. അതേപോലെ അരുണിൻ്റെ വീട്ടിൽ അരുണിൻ്റെ അലമാരയിൽ ഓൾമോസ്റ്റ് ഫുൾ എൻ്റെ ഡ്രസ്സാണ്. കാരണം ചില ഡ്രസ്സുകൾ വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ല. ഞാൻ ഈ കല്ലുമ്മൽ അലക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കല്ലുമ്മൽ അലക്കിയിട്ട് എത്രയായി എന്നുള്ളത് വല്ല കാണിപ്പയ്യൂരിനെ അങ്ങ് വിളിച്ച് ചോദിക്കേണ്ടി വരും. അപ്പോൾ ഓർമ്മ വെച്ച കാലം തൊട്ടേന്ന് വെച്ചാൽ നമ്മളൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി ശീലിച്ചതുകൊണ്ട് അപ്പോൾ ചില ഡ്രസ്സുകളൊന്നും നമുക്ക് വാഷിംഗ് മെഷീനിലിടാൻ പറ്റൂലല്ലോ. അപ്പം എന്താക്കും, നേരെ അമ്മയുടെ അടുത്തേക്ക് അങ്ങോട്ട് കൊറിയർ ചെയ്യുന്നു, പാർസൽ ചെയ്യും. അപ്പോൾ അമ്മ ഡ്രസ്സ് അലക്കി കഴിഞ്ഞാൽ പറയും, ജിസ്മോളെ ഡ്രസ്സ് റെഡി ആക്കി കൊടുത്തയക്കട്ടെ. ഞാൻ പറയും, അമ്മ അവിടെ വെക്കമ്മേ. അമ്മനോട് പറയും, അമ്മ അവിടെ വന്നാൽ ഇങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഇടണ്ടേ എന്നൊക്കെ ചോദിക്കും. സംഭവം അതൊന്നുമല്ല, ഈ ഓരോന്നും ഇവിടെ മടക്കി വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്, ഡ്രസ്സിൻ്റെ കളക്ഷൻ ഒന്ന് കാണിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം എനിക്ക് കാണിച്ചു കൊടുക്കാനുള്ള അവസരം ഇല്ലാത്ത കാരണം, എൻ്റെ ഡ്രസ്സിൻ്റെ കളക്ഷൻ കാണിച്ചു തരിക വെച്ചാൽ മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും ഞാൻ വീഡിയോ എടുക്കേണ്ടി വരും. അത്രമേൽ ഡ്രസ്സുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മൾ വീഡിയോസിന് വേണ്ടിയിട്ട് റെഡി ആവുന്ന സമയത്ത് ആ ഡ്രസ്സിനെ കുറിച്ചൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ കരുതിയിട്ടാണ് ജസ്റ്റ് ഈ ഡ്രസ്സിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നത്. ഈ ഡ്രസ്സെന്ന് വെച്ചാൽ മുൻകോട്ടസ് അറിയും. മുൻകോട്ടസ് ഉണ്ടല്ലോ, മുൻകോട്ടസിൽ നിന്ന് മേടിച്ചതാണ് ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ അതിൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 1500 ആണ്. അപ്പം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതുപോണം വെറുത്തായിട്ടുള്ളൊരു ഡ്രസ്സ് ലോകത്ത് വേറെ എവിടെയും കിട്ടൂല. കാരണം അത്രമേൽ ഹെവി വർക്കാണല്ലോ. വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, അത്രമേൽ ഹെവി വർക്കാണ്. അപ്പം ഇതിനെക്കാട്ടിലും നല്ലതൊന്നും നമുക്ക് ഷോപ്പിൽ 1500 രൂപക്ക് ഒരിക്കലും കിട്ടൂല. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്യാൻ പോയപ്പോൾ ടാക്സി അത് ഇത് മറ്റേതെന്നും പറഞ്ഞിട്ട് 2500 ആയിട്ടുണ്ട് എനിക്ക് ഈ ഡ്രസ്സിന്. അങ്ങനെ വെച്ച് നമ്മുടെ ഷോപ്പിൽ പോയിട്ട് നല്ലൊരു ഡ്രസ്സ് മേടിക്കാവുന്ന ഒരു സംഭവമേ ഉള്ളൂ. പോരാത്തതിന് ഒരു ലോഡ് കാലം നമ്മൾ കാത്തു നിൽക്കുകയും ചെയ്യണം. വർക്ക് ഓൾമോസ്റ്റ് നല്ല അടിപൊളിയാണ്. പക്ഷേ ഈ ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, വലിയ ക്വാളിറ്റി ഇല്ലാത്തൊരു ക്ലോത്താണ് ഇത്. പിന്നെ എനിക്കിങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു ഡ്രസ്സ് മേടിച്ചതിന് ശേഷം ഒരു 2 ഫംഗ്ഷൻ ഇട്ടിട്ടായിരിക്കും. അതൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടിട്ടില്ല. ഒന്നാമത് വൈറ്റും ഞാനും തമ്മിൽ ചേരൂല, ഒരിക്കലും ചേരൂല. എനിക്ക് ആകെയുള്ളൊരു വൈറ്റ് ഡ്രസ്സ് ഇതേ ഉണ്ടാവുള്ളൂ. ഇതന്നെ ഒരു ഓണത്തിന് വിഷുവിന് എടുത്താൽ തോന്നുന്നു. അപ്പോൾ എനിക്ക് വൈറ്റിനോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരാളാണ്. വൈറ്റും ഞാനും റെഡി ആവാത്ത ഒരാളാണ്. അപ്പം ഞാൻ ആ 2 പ്രോഗ്രാമിനെ ഇട്ടിട്ട് മൂലയിലിട്ട്, അപ്പം വീഡിയോസ് എടുക്കേണ്ടിയിട്ട് മാത്രമാണ് ഇതെടുത്തിട്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാമെന്ന് കരുതി. അപ്പം ഞാൻ വിചാരിച്ചു, ഡ്രസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ പറയൂ, ഡ്രസ്സിൻ്റെ കളക്ഷൻ കാണിക്കൂ എന്ന് ചോദിക്കുന്നവർക്ക് ഇങ്ങനെയായിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് കരുതി. അപ്പം നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് ഗൈസ്. എൻ്റെ ഹീൽസ് എങ്ങനെയുണ്ട്? നയൻതാരനെ എന്താ ഇൻസ്പിറേഷനൊക്കെ എന്നല്ലേ പറയാ, ഇൻസ്പിറേഷൻ ആക്കിയിട്ട് മേടിച്ച് കൊടുക്കുന്നത്. എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിലെങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ്. ഇപ്പം തടിച്ചതുകൊണ്ട് കുള്ളായിനെ പോലെ തോന്നുക. പക്ഷെ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ എനിക്ക് ഹീൽസിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഹീൽസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു വികാരം തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് കുട്ടിക്കാലത്തൊക്കെ
അങ്ങനെ ചെരുപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനൊക്കെ ചെരുപ്പിടാണ്ട് എന്തോരം സ്കൂളിൽ പോയിട്ടുണ്ടെന്നറിയോ. അപ്പോൾ ഞാൻ ഹീൽസിൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് നടത്തിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, എൻ്റെ രണ്ടാമത്തെ സിസ്റ്ററെ വിവാഹം കഴിച്ച സമയത്ത് അവൾക്ക് വേണ്ടിയിട്ട് അളിയന് ഗൾഫിൽ നിന്ന് ഹീൽസ് കൊടുത്തയക്കായിരുന്നു. പക്ഷേ എന്ത് ഭാഗ്യത്തിനും അതൊക്കെ അവൾക്ക് ചെറുതായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഇട്ടുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്, ഒരു ദിവസം എനിക്ക് ഈ ഹീൽസിൽ സ്കൂളിലേക്ക് ഇടാനൊരാഗ്രഹം, ചിന്ന ആശയം. അപ്പം ഞാൻ ഉമ്മാനോട് പറഞ്ഞു, അമ്മ പ്ലീസ് 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 എന്നൊക്കെ പറഞ്ഞ് ഉമ്മാൻ്റെ കയ്യും പിടിച്ച് കാലും പിടിച്ച് ഓക്കെ ഇട്ടോ, നിക്കായി അറിയണ്ടെന്നാണ്. നിക്കായി എന്ന് പറയുന്നത് വാപ്പയാട്ടോ. പാപ്പിയെ നിങ്ങളിത് കേൾക്കുന്നുണ്ട്, ഇതൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ ഹീൽസ് ഇട്ട് പോയി. തിരിച്ചു വരുമ്പോൾ ഒടുക്കമത്തെ മഴ, കൊടയുമില്ല. വെള്ളത്തിൽ കൂടി ഞങ്ങളുടെ അവിടെ എന്ന് വെച്ചാൽ ഒരു മഴ പെയ്യുമ്പോഴേക്ക് തോടും പോയി കരയും എന്ന് പറഞ്ഞതിൻ്റെ അതിരിയാണ്. വയലേരിയാണ്, തോടുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ വെള്ളത്തിൽ കൂടിയൊക്കെ ഇങ്ങനെയൊക്കെ ചവിട്ടി പിടിച്ച് ഒരാളെത്തിയേക്കുമ്പം ഹീൽസ് വേറെയും ചെരുപ്പ് വേറെയും. എൻ്റെ പൊന്നരമക്കളെ, പാപ്പാനോട് അടി കിട്ടിയിട്ട് ചിന്തിച്ചുകൂടാ. അങ്ങനെ ഇരിക്കെ നമ്മുടെ ആഗ്രഹമല്ലേ, ആഗ്രഹങ്ങൾക്കൊരു പരിധിയില്ലല്ലോ. എന്തായാലും മണ്ടിയില്ല, കെട്ടുന്നെങ്കിൽ ഏണി പോലുള്ളൊരു ചങ്ങായിനെ കെട്ടണം, ഇല്ലേ കെട്ടണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നെ പെണ്ണ് കാണാൻ വന്നു. അപ്പോൾ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഹൈറ്റ് റെഡിയാണോ എന്നുള്ളൊരു സംശയം. അപ്പം എൻ്റെ രണ്ടാമത്തെ സഹോദരി പറഞ്ഞു, നീ നിന്നപ്പോൾ നിന്നെക്കാട്ടിലും ഹൈറ്റ് ഉണ്ടാവുന്നു, അവൻ ചെരുപ്പൊന്നും ഇട്ടില്ല ഇന്ന്. ഓക്കെ, ഹൈറ്റ് ഉണ്ടല്ലോ അവന്. നോക്കുന്ന സമയത്ത് ഞാനും ഓനും ഒരേ ഹൈറ്റാ. എനിക്ക് ഹീൽസ് ഇടാൻ പറ്റുമോ? ഞാൻ ഹീൽസ് ഇട്ടാൽ ഓനെക്കാട്ടിയും വലുതാ. അങ്ങനെ ഹീൽസിൻ്റെ സ്വപ്നങ്ങളൊക്കെ അവിടെ പോയി. അങ്ങനെ ഇരിക്കെ കാക്ക പറഞ്ഞു, ജെസ്സിയെ ഞാൻ ഗൾഫിൽ പോകാനെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാർ ഗൾഫിൽ പോകുമ്പോൾ വിതുമ്പിക്കരയും. ഞാനുണ്ടല്ലോ എന്താ ചെയ്തതെന്നറിയാം, എൻ്റെ കാക്ക നാളെ പോകുകയാണേന്ന് പറഞ്ഞു. എന്താണെന്നറിയോ, മറ്റന്നാൾ തൊട്ട് എനിക്ക് ഹീൽസ് ഇടാമല്ലോ. ഇക്കാക്ക പോയി അടുത്തത് പോയി ആ ഹീൽസ് വാങ്ങി. കാക്കനോട് പറഞ്ഞു, എടി ദുഷ്ടായ നീ, ഞാൻ പോകാൻ വേണ്ടിയിട്ട് കാത്തിരുന്നെങ്കിലേന്ന്. ഇക്കാക്ക വരുന്നതെന്ന് പറയുന്ന തലേ ദിവസം ഷോപ്പിൽ പോകും. എന്ന് പറയും, ചേട്ടാ ഏറ്റവും ഹീൽസില്ലാത്ത ചെരുപ്പിങ് പോരട്ടെ എന്ന് പറയും. എന്നിട്ട് ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പ് ഇട്ടിട്ട് നടക്കും. പക്ഷെ ഞാൻ ഈ കൊയിലാണ്ടി ഇതിലെങ്ങനെ പരിസരത്ത് കൂടിയൊക്കെ നടക്കുന്ന സമയത്ത് ഫ്ലാറ്റ് മാത്രമേ ഇടൂ കേട്ടോ. പക്ഷെ അല്ലാതെ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് ഹീൽസ് ഇടും. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഒന്നുകിൽ ഷാനു, അല്ല എൻ്റെ വാപ്പ, അല്ല എൻ്റെ അരുണ്, ഇവർ 3 പേര് എൻ്റെ കൂടെ പോരുക. ഇവരുടെയൊക്കെ അടുത്ത് ഞാൻ ഈ ഹീൽസ് ഇട്ടാലും ഇങ്ങനെ നോക്കണം, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഹീൽസ് എന്ന് പറയുമ്പം ഹീൽസ് ഇട്ടിട്ട് തെന്നി വീഴാത്ത ഒരേ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് നമ്മളെ നയൻതാര കേട്ടോ. എന്നെ ആ കൂളായിട്ടാണ് നടക്കുക. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ പൊന്നുമക്കളെ സൂചി വേക്കിലിക്കണം, അമ്മ അതിർത്ത് ചെരുപ്പ് ഇട്ടിട്ട് പോകും, എന്നിട്ടോ ഒരു കൂസലും ഇല്ലാണ്ട് നടക്കും. അതാണ് നയൻതാര. അപ്പോൾ നയൻതാരനെ മനസ്സിൽ ഗുരുവായിട്ട് കണ്ടിട്ട് മേടിക്കുന്ന ഹീൽസ് ആട്ടോ. വേറെ ഹീൽസ് ഉണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ ഹീൽസ് ഇട്ട് പോകാറില്ല. എല്ലാവരും ചീത്ത പറയും, ബാക്ക് പെയിൻ വരും. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടിട്ട്, ഈ ഹീൽസൊക്കെ ഇട്ടിട്ട് വണ്ടി ഓടിക്കുക, അതും നയൻതാര ചെയ്യും. എന്നെക്കൊണ്ട് മക്കളെ സദാ ചെരുപ്പിട്ടിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല, എന്നിട്ടല്ലേ ഹീൽസ്. എന്തായാലും നയൻതാരനെ ഇൻസ്പിറേഷനാക്കിയിട്ട് മേടിച്ചതാണ്. എൻ്റെ കല്യാണത്തിന് മുമ്പ് എൻ്റെ 2 സിസ്റ്റർമാരും ഇതേപോലെ ആയിരുന്നു. എൻ്റെ 2 സിസ്റ്ററും എൻ്റെ മാമൻ്റെ ഭാര്യയും. അപ്പോൾ അവരുടെയൊക്കെ എടുത്ത് ഞാൻ നിൽക്കുമ്പോൾ, ഈറ്റാട്ട് നിൽക്കുമ്പോൾ പോലും ഇങ്ങനെ ഈ മറ്റേ ഇഷ്ടം സിനിമയെ കണ്ടിക്കുമോ, ദിലീപ് ഇങ്ങനെ വന്നിട്ടെന്താ തെങ്ങോ എന്ന് ചോദിക്കുന്നത്, അതേപോലെ ഇവരിങ്ങനെയാണ് നോക്കുക ഏട്ടത്തിയൊക്കെ ഹീൽസ് കൂടിയിടുന്ന സമയത്ത്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ചെരുപ്പ് വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എവിടെയാണ് വർക്കുള്ളത്? ഈ ഒരു വർക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടമാക്കിട്ടോ. ഇത് ഞാൻ കണ്ടില്ല, എല്ലാ റീൽസിലും ഉണ്ട്, ഭയങ്കര ബോറായിട്ട് വന്നു. ഇത് മറ്റേ ഉള്ളിൽ അത് അടിച്ചതുണ്ടല്ലോ അത്. ഇനി കഴിയുന്നതും ഞാൻ നല്ല നല്ല ഡ്രസ്സുകളുണ്ട്, അതിനെക്കുറിച്ചുള്ള വീഡിയോസ്
പറഞ്ഞിടുന്നുണ്ട്. അതേപോലെ ചെരുപ്പിൻ്റെതോ കപ്പിൻ്റെതോ പാത്രത്തിൻ്റെതോ വല്ല വിശേഷങ്ങളുണ്ട് അതും പങ്കുവെക്കാം. ഓക്കെ, ബൈ ദ ബൈ, വീണ്ടും സന്ധിക്കും വരെ വണക്കം.